കരുവാറ്റ റെയിൽവേ സ്റ്റേഷനിൽ യുവാവും സ്കൂൾ വിദ്യാർത്ഥിനിയും ട്രെയിൻ ഇടിച്ചു മരിച്ചു. ഈയൊരു സംഭവത്തിന്റെ നടുക്കം മാറാതെ നാട്ടുകാർ തരിച്ചു നിൽക്കുവാണ്. ചെറുതല കണ്ണോലിൽ കോളനിയിൽ മുരളീധരൻ നായർ അംബിക ദമ്പതികളുടെ മകൻ ശ്രീജിത്ത് 38 വയസ്സും ഹരിപ്പാട് നടുവട്ടം കാട്ടിൽ ചെറിയിൽ രവീന്ദ്രൻ നായർ വിമല ദമ്പതികളുടെ മകൾ ദേവിക 16 വയസ്സും ഇവരാണ് മരിച്ചത്. ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. ഇന്നലെ രാവിലെ 11:30 കൊച്ചുവേളി അമൃത്സർ എക്സ്പ്രസ് ട്രെയിനിന് മുന്നിൽ ചാടി ഇരുവരും ജീവനൊടുക്കുകയായിരുന്നു. ബൈക്കിൽ ദേശീയപാത വഴി റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇരുവരും പ്ലാറ്റ്ഫോമിന്റെ വടക്ക് ഭാഗത്ത് അരമണിക്കൂറോളം സംസാരിച്ച് നിൽക്കുന്നത് ഈ ഒരു നാട്ടുകാർ കണ്ടിരുന്നു. ട്രെയിൻ വരുന്ന ഈ ഒരു ശബ്ദം കേട്ട് ഇരുവരും 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നതും സമീപമുള്ള ഗേറ്റ് കീപ്പറും ശ്രദ്ധിച്ചിരുന്നു. കരുവാറ്റയിൽ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്ന് ഇതോടെ ഇരുവരും ചെരുപ്പ് ഒഴിച്ച് വെക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുത് എന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു. എന്നാൽ ട്രെയിൻ അടുത്ത് വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. ഷാംപൂ വാങ്ങാൻ കടയിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ദേവിക രാവിലെ വീട്ടിൽ നിന്ന് പോയത്. ദേവിക ഹരിപ്പാട് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. ശ്രീജിത്തിന്റെ ഭാര്യ രാഖിയുടെ വീടിന് സമീപത്താണ് ദേവികയുടെ വീട്. ഈ വീട്ടിലേക്ക് ശ്രീജിത്ത് വരുന്നത് കണ്ടാണ് ദേവികയ്ക്ക് പരിചയമുണ്ടായിരുന്നത്. അതേസമയം ഇരുവരും തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ആ ഒരു ബൈക്ക് ശ്രീജിത്തിന്റെ അടുത്ത ബന്ധുവിന്റേതാണ് എന്നുള്ളതാണ് നിഗമനം. ശ്രീജിത്തും +1 വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർക്ക് അസ്വാഭാവികത തോന്നിയിരുന്നു. അപൂർവം പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രം സ്റ്റോപ്പുള്ള കരുവാറ്റ ഹാൾട്ട് സ്റ്റേഷനിൽ ഇരുവരും എത്തി ട്രെയിൻ കാത്തു നിന്നതാണ് സംശയത്തിനിടയാക്കിയത്. വൈകാതെ ട്രെയിൻ വരുന്നത് കണ്ട് ഇരുവരും ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു. ട്രെയിൻ ഇടിച്ച ഈ ഒരു വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴയിലെത്തി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സംഭവത്തെ തുടർന്ന് ട്രെയിൻ 20 മിനിറ്റോളം പിടിച്ചിട്ടിരുന്നു. ഇരുവരുടെയും മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.